കമലേ, എനിക്കിവിടുന്ന് പോകാൻ മനസ്സ് വരുന്നില്ല. ആരെങ്കിലും കണ്ട അസലാവും. ഏതായാലും ഈ അർദ്ധരാത്രിയിൽ യാത്ര പറയുന്നില്ല. നാളെ വരും കേട്ടോ. കാര്യം എന്തൊക്കെ പറഞ്ഞാൽ ഈ ഷക്കീലക്ക് നല്ല വൃത്തിയാ. എങ്ങനെ വൃത്തിയില്ലാതിരിക്കും? ഇപ്പൊ നമ്മൾ എന്റെ 4 ഉളി കണ്ടില്ലേ? എന്തായാലും കൊടുത്ത കാശ് മുതലായി. തീപിടി ഉണ്ടായില്ലേ? ഇല്ല, കൊള്ളി കഴിഞ്ഞു. അപ്പൊ ഓക്കെ, നാളെ കാണാം. അമ്പലക്കുളങ്ങരെ കുളിക്കാൻ ചെന്നപ്പോൾ അയലത്തെ പെണ്ണുങ്ങൾ കളിയാക്കി കല്യാണി. ആ ചേട്ടാ, ഇങ്ങനെ ചേട്ടോ, ഒറ്റയൊന്ന് ശരിക്കും പേടിച്ച് രക്ഷപ്പെട്ടു. വേഗം നടക്കും മോളെ. നിർത്തടാ നിർത്തടാ, നീ നമ്മുടെ പൊട്ടൻകൊള്ളന്റെ ആള് പോന്നു. നിർത്തടാ. സ്കൂൾ വണ്ടി ഒന്നും വന്നില്ല രമേശ. മോളെ നീ ഒന്ന് സ്കൂളിൽ വിട്ട നന്നായിരുന്നു. അതിനെന്താ, ഞങ്ങളുണ്ട് വിട്ടുതരാലോ. രവിയേട്ടൻ വിളിക്കാറുണ്ടോ? വിളിക്കാറുണ്ട്. ബ്രേക്ക് കുറച്ച് കുറവാണ്, ഒന്ന് പിടിച്ചിരുന്നോളാൻ പറയും. അയ്യോ, വീഴുവോ? ചേച്ചി പേടിക്കൊന്നും വേണ്ട. ഇനിയിപ്പോ അതാ വീണാ തന്നെ കുട്ടിക്കൊന്നും പറ്റില്ല. അച്ഛന് പനിക്കുള്ള ഗുളിയ വാങ്ങാൻ പറഞ്ഞു. ശ്രീദേവിയെ ഫ്രണ്ടുക്കളാ? അതെ. എന്താ നടു റോഡിലൊരു സമ്മേളനം? അല്ല രമേശ, ചെറിയച്ഛനെന്ത് പറ്റി? അതൊരു പേടിച്ചവനെയാണ്. ഇന്നലെ രാത്രി രക്ഷസിനെ എന്താ കണ്ട് പേടിച്ചാണ്. അങ്ങനെ വരട്ടെ. അപ്പൊ സംഗതി ശരി തന്നെ. നമ്മുടെ പരിസരത്ത് രക്ഷസിന്റെ ഒരു വിസിറ്റിംഗ് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഇന്നലെ രാത്രി ഞാനും കണ്ട് പേടിച്ചു. രക്ഷസ് സിഗരറ്റ് വലിക്കും രാഘവേട്ട. അത് നിനക്ക് തോന്നിയതായിരിക്കും. ഇതൊരു മന്ത്രവാദിയെ കൊണ്ടുവന്ന് ബന്ധിക്കന്നെ വേണ്ടി വരും. മന്ത്രവാദിയെ കൊണ്ടുവരുന്ന എന്തിനാ? രാത്രി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്ന പോരെ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, അമ്പലത്തിൽ വഴിപാടായിട്ട് രക്ഷസിന് ഒരു പായസം കഴിപ്പിച്ചാ പോരെ? അത് നിങ്ങൾ തന്നെ അവിടെ പറഞ്ഞാ മതി. ആരോട്? അരക്കൻ വേലുവിനോട്. അത് നിന്റെ ചെറിയച്ഛനല്ലേ? നീ കേറ്. ഏത് പൈസ വേണ്ടത് രക്ഷസിന്? സേമിയ പായസ ഇഷ്ടം. സുലൈമാനെ, രാഘവന് ചായ കൊടുത്തേ. മധുരം ഇട്ടിട്ടില്ലല്ലോ. നിങ്ങക്ക് ഷുഗർ ആണെന്ന് ഞമ്മക്കറിയൂലേ? അല്ല, നിങ്ങളെ മുതലാളി ഇതാ വരണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമല്ല. ഇത് എവിടെയാണ്? വരും, വരാതിരിക്കില്ല. അവിടെ ഒരു 100 കൂട്ടം ബിസിനസ്സുമായിട്ട് കറങ്ങി നടക്കയില്ലേ? ആ തിരക്കിന്റെ ഇടയിൽ മാറി കുറച്ചു ദിവസം നാട്ടിൽ വന്ന് നിൽക്കാന്നൊക്കെ പറയുമ്പോ പെട്ടെന്ന് ഓടി വരാൻ പറ്റില്ല. എങ്ങനെ വരിക? വിമാനമൊക്കെ കയറി വരണ്ടേ? രാഘവൻ പറഞ്ഞത് വാസ്തവം. എന്തോ? രാഘവൻ പറഞ്ഞത് വാസ്തവം. അങ്ങേര് വന്നാ പിന്നെ രാഘവേട്ടന് കുശാല. കോഴി, സ്കോച്ച്, പന്നി എനിക്ക് വച്ചിട്ട് ഒക്കെ ഉണ്ടാവൂടോ. അതൊക്കെ ഒരു ഭാഗ്യമല്ലേ. അപ്പൊ ഞങ്ങളെയൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യണേ. ഓ, നിങ്ങളെയല്ല വിളിച്ചത്, പളനിമല ആണ്ടവനെയാ. അയ്യോ പാവം. ആ പിച്ചക്കാരന് വല്ലതും കൊടുത്തുട്ടേക്കാ. ഈറ്റിങ്ങളെ കൊണ്ടുള്ളൊരു ശല്യം. നേരം വെളുത്തിട്ട് എത്രാമത്തെ തെണ്ടിയാ വരുന്നെന്നറിയോ? പകല് തെണ്ടുക, രാത്രി കക്ക. ഒക്കെ കള്ളന്മാരാ. ആ കണ്ണട കണ്ടില്ലേ? വെറുതെ വെച്ചെടുക്കാ തെണ്ടി. ഞാൻ തെണ്ടിയല്ലടാ തെണ്ടി. എന്നെ തെണ്ടിന്ന് വിളിച്ചാണ്ടല്ല, ഭിക്ഷക്കാരാ നോക്കൂലൻ. പരിപ്പടക്കറി ഞാൻ പറഞ്ഞേക്കാം. എന്റെ അപ്പനിട്ടറി ഞാൻ മേലായതന, മനസ്സിലായോ? പടച്ചോനെ, അനക്ക് ഇത് എന്താ പറ്റിയേ? പറ്റി കയ്യിലിരിക്കണ കാശ് കൊടുത്ത് കടിക്കണ പട്ടിയെ വാങ്ങി എന്ന് പറഞ്ഞ പോലെ. എന്നിട്ട് പട്ടി എവിടെ? നീ പോടാ പച്ചന്തേ. എന്താ ഉണ്ടായെന്ന് പറ വേലായതാ. പറയാവേ, കടുപ്പം കൂട്ടി ഒരു ചായ തരിക. കഴിക്കാൻ നല്ല മുരിഞ്ഞ പരിപ്പോടെ എടുക്കട്ടെ. ചവയ്ക്കാൻ വയ്യടോ, ഒരു നേന്ത്രപ്പഴം തരിക. ശരിക്കും എന്താ സംഭവിച്ചത്? മിസ്റ്റർ രാഘവൻ, how are you? എന്തോ സുഖമാണോന്ന്? സുഖമാ. ഓർമ്മയുള്ളതുകൊണ്ട് ലഗേജ് വെച്ചില്ല. ഇപ്പൊ കേൾക്കാമോ? കേക്കാം, നല്ലോണം കേക്കാം. ഓക്കെ, ഇതെന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് ഷെയ്ഖ് അബ്ദുൾ റഷീദ്, ബിസിനസ് പാർട്ണർ കൂടിയാണ്. ഇത് മിസ്റ്റർ ബാലു,
എന്റെ ഇവിടുത്തെ മാനേജറാണ്. ആഹാ. കൈഫ് ബിൽഡിംഗ്. Zain. അനഹബ് കോയ്സ്. ഇതിനോട് ബന്ധപ്പെട്ട് ഒരു ഫാം ഹൗസ് ഉണ്ടായിരുന്നല്ലോ, അതെവിടെയാണ്? അത് ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറത്താണ് സാറേ. ഓ കൃഷിയൊക്കെ ധാരാളം ഉണ്ട്. ഗുഡ്. أنا يمشي. ഫദൽ അഖിൽ. لا لا الحين تأخير واجب. 6 മണിക്ക് മുന്നേ എത്തണ്ടല്ലേ? നിങ്ങൾ പൊയ്ക്കോളൂ ബാലു. ശരി സാർ. പിന്നെ എന്റെ കാര്യങ്ങൾ നോക്കാൻ മിസ്റ്റർ രാഘവനോടുണ്ട്. ഏത് ഫോൺ കോൾ വന്നാലും ഡീറ്റെയിൽസ് അറിഞ്ഞ് വേണ്ടി വന്നാൽ മാത്രം എന്റെ സെൽ നമ്പർ കൊടുത്താൽ മതി. ശരി. പിന്നെ മാത്യുവിനോട് പറഞ്ഞിട്ട് എന്റെ 2 പഴയ വണ്ടി അവിടെ ഉണ്ട്, അതുകൊണ്ട് അയക്കാൻ പറയണം. ഓക്കെ സാർ. പിന്നെ ഇദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ഓക്കെ? زين يا إسحاق إن شاء الله في نشوف مرة ثانية. ഇൻഷാല്ലാ. ഓ വന്നാട്ടെ. അല്ല മുതലാളി, ഈ അറബിയും ചികിത്സയ്ക്ക് വന്നാണോ? ഏയ്, നമ്മുടെ ഈ നാട് മുഴുവൻ ചുറ്റിക്കറങ്ങി കാണാമെന്നാ. അല്ല, നടക്കുമ്പോഴുള്ള ഈ ബുദ്ധിമുട്ടേ ചെറുപ്പത്തെ ഉള്ളതാണോ? നോ, ഒരു കാർ ആക്സിഡന്റ് പറ്റിയതാ. ഓ ഓ, ഓ. 6 മാസക്കാലം ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു. ഓ അപ്പോഴാണ് ഈ ഇന്റർനെറ്റ് വഴി അതാരാ? കമ്പ്യൂട്ടർ അങ്ങനെ ഈ ബിൽഡിങ്ങിന്റെ ഡീറ്റെയിൽസ് അറിയുന്നതും വാങ്ങിക്കുന്നതും പറ്റും. ഇപ്പൊ ഫിസിക്കലി ആം ഓക്കെ, ബട്ട് ചെറിയൊരു മിസ്റ്റേക്ക് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. ഓ, പിന്നെ ഈ ആയുർവേദ ട്രീറ്റ്മെന്റ് നോക്കാനാണ് 2 മാസത്തെ ഈ വരവ്. ചികിത്സയുടെ കാര്യങ്ങളൊക്കെ ആയുർമഠത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. അല്ല, അപ്പൊ പിന്നെ കഴിക്കാൻ എന്തൊക്കെയാ വേണ്ടത്? എന്തൊക്കെ അറിയാം? ഇന്ത്യൻ ഭക്ഷണം എല്ലാം അറിയാം. ചൈനീസും അത്യാവശ്യമൊക്കെ വശമാണ്. ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. പക്ഷേ അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊന്നും വേണ്ട. നമുക്കിവിടെ നല്ല നാടൻ കുത്തിരിയുടെ കഞ്ഞിയും ഈ തേങ്ങാ ചമ്മന്തിയും മുളക് ചുട്ടരച്ചതും പിന്നെ കടുമാങ്ങാച്ചാറും അങ്ങനെയൊക്കെ മതി. അതിന്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയല്ലേ? അതെ 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 അതെ. ബാത്റൂം എവിടെയാ? ദാ അവിടെ. അങ്ങേര് വന്നാ പിന്നെ രാഘവേട്ടന് കുശാല. കോഴി, സ്കോച്ച്, പന്നി എനിക്ക് വച്ചിട്ട് ഒക്കെ ഉണ്ടാവൂടൂ. എന്താ മിസ്റ്റർ നായർ ആലോചിക്കണേ? ഒന്നുമില്ല ഒന്നുമില്ല. ബെഡ്റൂം എവിടെയാ? മേലില്ല. താങ്ക് യു. ഇതിപ്പോ കഞ്ഞിയുടെ വെള്ളം കുടിച്ച് അരപ്പട്ടിണിയാവും എന്റെ ഈശ്വര. ഇതെന്ത് മുതലാളിയാ? കഞ്ഞിയാത്ര. ഷേ, ഇതെന്താ രാഘവേട്ടന് പറ്റിയത്? ആവോ രാഘവട്ടെ രാവിലെ വടിയും പിടിച്ചു കൊടുത്തു. അതേതാണ് ചെങ്ങായി? ബ്ലങ്കാവി താമസിക്കാമെന്ന പുതിയ മുതലാളിയാ. വ്യായാമം ചെയ്ത് ശരീരം നന്നാക്കാൻ വേണ്ടിട്ട് ഈ ഓട്ടം. അയാൾക്ക് പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് ഞാൻ കൂടെ ഓടിയെന്നേ ഉള്ളൂ. പിന്നെ വല്ല പട്ടിയോ നായോ കടിക്കാൻ വരുമല്ലോ എന്ന് വിചാരിച്ച ഈ വടി ഞാൻ കരുതിയത്. ഇപ്പൊ ഒക്കെ മനസ്സിലായില്ലടാ ചേട്ടകളെ. വിട്ടോ. എന്റെ അമ്മ, ഈ പണ്ടാരക്കാലം ഇത്ര വേഗം അവിടെ എന്തിനാ രാഘവ വടിയെടുത്ത് അയാളുടെ പിന്നാലെ ഓടണേ? ഏതാ മനുഷ്യൻ? പുതിയ മുതലാളിയാ. അതെയോ? എപ്പോഴാ വന്നേ? അങ്ങോട്ട് വരാൻ പറ്റില്ല കേട്ടോ. എന്നാ ഇവിടെ നിൽക്കാണ്ട് വേഗം അങ്ങോട്ട് എത്തിക്കോ, അവിടെ പണിയുണ്ട്. അതൊക്കെ വന്നോളാം. എവിടേക്കാ കിതച്ചോണ്ട് ഓടണേ? കിതച്ചോണ്ട് ഓടിയതല്ല, പതിവില്ലാതെ ഓടിയപ്പോ കിതച്ചു പോയതാ. അതൊക്കെ പിന്നെ പറയാം, ഞാൻ പിന്നാലെ ചെല്ലിട്ട്. അല്ലെങ്കിൽ മുതലാളി വഴി തെറ്റി വല്ല പൊട്ടക്കിണറ്റിലും ചെന്ന് ചാടും. നില്ലോ. എവിടേക്കാ? വിളിക്കിരിക്കാനാ? അകത്തിരുന്നൂടെ? കുടിയിൽ സൗകര്യമില്ലേ? ഇതാ പലിശക്കാരൻ കുഞ്ഞുങ്ങളുടെ ഗുണ്ടകളാണല്ലോ. ഭഗവാനെ, ഓടിച്ചിട്ട് പിടിച്ച് തല്ലിച്ചതയ്ക്കാൻ വരികയാണോ? പപ്പടപ്പരത്തന്നെ കൈ ഇവറ്റകള് തല്ലി ഒടിക്കോ? ഓട് തന്നെ. മുരുക, രക്ഷപ്പെട്ടു. ഈ പച്ചോന്ത് കുളത്തിന്റെ പക്കത്തെ നേരം പോക്ക് ഇപ്പൊ പൊന്തക്കാട്ടിലേക്ക് ആക്കിയോ? നിന്റെ ട്യൂഷൻ പഠിപ്പ് ഇതാണല്ലേ? വീട്ടിലേക്ക് വാ.